മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും രാമായണത്തിൻ്റെ മാനേജ്മെന്റ് തത്വങ്ങളാണ് വിവരിക്കാറുള്ളത്, വിവരിച്ച് കേൾക്കാറുള്ളത്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തുകയുണ്ടായി. എന്താ പറഞ്ഞെന്നറിയോ? ശരിക്കും തീരുമാനമെടുക്കേണ്ട വ്യക്തികളുടെ അടുത്ത് തീരുമാനമെടുപ്പിക്കേണ്ട വ്യക്തികൾ പലപ്പോഴും നിസ്സഹായരായിട്ട് നിൽക്കുക മാത്രമായിരിക്കും ചെയ്യുക. തീരുമാനമെടുക്കേണ്ട വ്യക്തിയുടെ അടുത്ത് തീരുമാനമെടുപ്പിക്കേണ്ടവര് നിസ്സഹായരായിട്ട് നിൽക്കുക മാത്രമായിരിക്കും ചെയ്യുക. അതാണ് നമ്മുടെ മുമ്പിൽ വരുന്ന ക്രൈസിസിന് വേറൊരു കാരണം. ഇനി അഥവാ തീരുമാനമെടുപ്പിക്കേണ്ടവര് സഹായിച്ചാൽ പോലും അവര് മുമ്പോട്ട് വയ്ക്കുന്ന വാദഗതികൾ ഖണ്ഡിക്കാൻ അപ്പുറത്ത് നല്ല ലോജിക്കലായിട്ടുള്ള ആർഗ്യുമെന്റ് ഉണ്ടായി എന്ന് വരും. ഇത് ഇന്നത്തെ കാലത്താണ് ഞാൻ പറയുന്നത്. പണ്ടത്തെ കാലത്ത് ത്രേതായുഗത്തിലെ കാര്യമല്ല പറയുന്നത്. തീരുമാനമെടുക്കേണ്ടത് ഇനി രാമനാണ്. കാട്ടിലേക്ക് പോണോ വേണ്ടിയോ എന്ന്. നീ പോവണ്ട മകനേ എന്ന് ദശരഥൻ പറയുന്നുണ്ട്. പക്ഷേ കൈകേയി പറയുന്നുണ്ട്, അച്ഛൻ എനിക്ക് തന്ന വരം ഞാൻ അച്ഛനോട് ചോദിച്ച അച്ഛൻ നിന്നോട് പറയാൻ വിഷമത ഉള്ളത് കൊണ്ട് അച്ഛൻ പറയാത്തത്. വാക്ക് കൊടുത്ത ധർമ്മരാജാവ് വാക്ക് പാലിക്കുക നിർബന്ധമായത് കൊണ്ട് നിന്റെ അച്ഛൻ ഈ വാക്ക് പാലിച്ചേ മതിയാവും. അത് മകൻ കാട്ടിലേക്ക് പോകുന്നതിലൂടെ വേണം സംഭവിക്കാൻ. അപ്പൊ അച്ഛൻ ഹെൽപ്ലെസ് ആയി. നീ അച്ഛൻ ഒന്നും ചെയ്യാനില്ല. അച്ഛൻ ആഗ്രഹമുണ്ട്, രാമനെ വിളിച്ച് പറയുന്നുണ്ട് നീ പോവരുതെന്ന്. പക്ഷെ അച്ഛന് ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു ട്രാപ്പിൽ അച്ഛൻ പെട്ടിരിക്കുകയാണ്. കൗസല്യക്ക് പറയണമെന്നുണ്ട്, മകനെ നീ കാട്ടിലേക്ക് പോകണ്ട, നീ രാജാവായില്ലെങ്കിലും ഇവിടെ ഇരിക്കണം. സാധ്യമല്ല. കാരണം കൈകേയിക്ക് കൊടുത്ത വരം ഇവിടെ സബലീകരമാകാൻ മകൻ പോയേ മതിയാവും. അച്ഛന് പോകണമെന്ന് പറഞ്ഞേ മതിയാവും. അവിടെ തീരുമാനമെടുക്കാൻ സഹായിക്കുന്നതിൽ ഒരംശം അഭിനയിക്കാൻ കഴിവുള്ള കൗസല്യ അടുത്ത് ശാന്തമായിട്ട് നിൽക്കാനേ പറ്റുള്ളൂ. ധർമ്മശാസ്ത്ര പ്രകാരം വസിഷ്ഠൻ പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അവസാനം വസിഷ്ഠൻ ഒന്നുകൂടി പറഞ്ഞു, ഭാര്യ ഭർത്താക്കന്മാര് ഒരൊറ്റ ജീവിതമാണ്, ഒറ്റ പാർട്ടാണ്. അതുകൊണ്ട് ശ്രീരാമൻ അവിടെ രാജ്യാധികാരമേൽക്കാൻ അച്ഛന്റെ നിർദ്ദേശപ്രകാരം കാട്ടിലേക്ക് പോകുന്നത് കൊണ്ട് രാമന് സാധിച്ചില്ല എങ്കിൽ രാമന്റെ പ്രതിപുരുഷനായിട്ട്, രാമന്റെ പ്രതിരൂപമായിട്ട് ആ കസേരയിൽ ഇരിക്കേണ്ടത് ഇനി ശരിക്കു പറഞ്ഞാൽ സീതയാണ്, ജാനകിയാണ് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. പക്ഷേ അവിടെ ഒരു പോയിന്റ് അല്ല. രാമനോട് കാട്ടിലേക്ക് പോകണമെന്ന് മാത്രമല്ല കൈകേയി ആവശ്യപ്പെട്ടത്. രണ്ടാമത്തെ വരം കൊണ്ട് നേരെ ഭരതനെ രാജാവാക്കി വാഴിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെയും വസിഷ്ഠൻ ഹെൽപ്ലെസ്സാ. ഇനി വസിഷ്ഠൻ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ധർമ്മശാസ്ത്രം ഇൻവാലിഡ് ആയി അവിടെ. എന്താ കാരണം? ഭാര്യയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കും എന്ന് ചക്രവർത്തിയായ ദശരഥൻ ആത്മാഭിമാനത്തോടു കൂടി പറയണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്തേ മതിയാവും. അപ്പൊ തീരുമാനമെടുക്കാൻ സഹായിക്കേണ്ട രാജഗുരുവായ വസിഷ്ഠന് മാറി നിൽക്കേണ്ടി വന്നു. ഇനി കൈകേയിയെയോ ദശരഥനെയോ കൊന്നിട്ട് രാജാവിന്റെ കസേരയില്, ചക്രവർത്തിയുടെ കസേരയില് രാമനെ ഇരുത്തണമെന്ന് ലക്ഷ്മണന് തോന്നിയെങ്കിലും ചെയ്യാൻ സാധ്യമല്ല. കാരണം അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്. അച്ഛൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം രാമൻ കാട്ടിലേക്ക് പോകണം എന്നുള്ള സമ്മതം ഇൻഡയറക്ട്ലി അച്ഛൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കൈകേയിക്ക് അതിന് അവകാശം മുമ്പോട്ട് വെക്കാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റി, അവസരവുമുണ്ട്. ലക്ഷ്മണന് എന്ത് ദേഷ്യം തോന്നിയാലും ലക്ഷ്മണനും ഹെൽപ്ലെസ് ആണ്. അപ്പൊ ലക്ഷ്മണൻ ഹെൽപ്ലെസ് ആണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ധർമ്മശാസ്ത്രം എഴുതിയ വസിഷ്ഠൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. തന്റെ പ്രിയ മകന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് കരയല്ലാണ്ട് കൗസല്യക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. താൻ ചെയ്ത തെറ്റിനെ കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കുകയല്ലാതെ ദശരഥനൊന്നും ചെയ്യാൻ സാധ്യമല്ല. കൈകേയി ആണെങ്കിൽ ആവശ്യപ്പെട്ട വരത്തിൽ നിന്ന് ഒരു ഇഞ്ചു മാറാൻ
സന്നദ്ധയാവുന്നുമില്ല. അപ്പൊ ക്രൈസിസ് എവിടെയാണോ ആരംഭിച്ചത് അവിടെ തന്നെ നിൽക്കുന്നു. ഏത് കമ്മിറ്റി മീറ്റിംഗ് കൂടിയാലും, എത്ര വലിയ മന്ത്രിസഭാ മീറ്റിംഗ് കൂടിയാലും, ആ ക്രൈസിസിന് പരിഹാരം കാണണമെങ്കിൽ ഒരൊറ്റ വ്യക്തിയിലാണ് അത് നിമഗ്നമായിരിക്കുന്നത്. ആ വ്യക്തിക്ക് അതിന് താല്പര്യവുമില്ലെങ്കിൽ അവിടെ ഉണ്ടായ സംഘർഷാവസ്ഥ, അവിടെ ഉണ്ടായ കൺഫ്യൂഷൻ, അവിടെ ഉണ്ടായ പ്രശ്നം അതേപോലെ നിലനിൽക്കും, പരിഹരിക്കപ്പെടാതെ. 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ ഫാക്ടറികളിലും കമ്പനികളിലും അതേപോലെ ഓഫീസുകളിലും ഇന്നും കാണാൻ സാധിക്കുന്ന വലിയൊരു പ്രശ്നമാണിത്. എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാമെന്നല്ലാതെ ആർക്കും തീരുമാനം എടുക്കാനുള്ള സാധിക്കില്ല. പലപ്പോഴും ചക്രവർത്തിയായ ദശരഥന് പോലും പറ്റില്ല, ഡയറക്ടറായ വ്യക്തിക്ക് പറ്റില്ല, മാനേജറായ വ്യക്തിക്ക് പറ്റില്ല, പ്രശ്നമുണ്ടാക്കുന്ന വ്യക്തിക്ക് മാത്രമേ സാധിക്കുള്ളൂ ചിലപ്പോൾ ഒരു പരിധിവരെ പ്രശ്നം പരിഹരിക്കാൻ. ആ പ്രശ്നമുണ്ടാക്കുന്ന വ്യക്തികൾ പലപ്പോഴും പരിഹരിക്കാൻ താല്പര്യമില്ലാത്തവരായിരിക്കും. പരിഹരിക്കപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നവർ കൂടിയാണെങ്കിൽ ആ സ്ഥാപനത്തിനത് എന്നുമെന്നും സങ്കീർണങ്ങളായ പ്രശ്നങ്ങളുടെ ആരംഭം കുറിക്കുന്നതായിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ പ്രകൃതിക്ക് വിടേണ്ടി വരുന്നൊരവസ്ഥ. സംഭവിക്കുന്നത് പോലെ സംഭവിക്കട്ടെ, ഇനി എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് പറയേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന കാഴ്ച നമുക്ക് ഭാരതത്തിനകത്തും പുറത്തും പല പല സ്ഥാപനങ്ങളിലും വന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്, ചെന്ന് കാണാനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് പരിഹരിക്കണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ ചുറ്റുപാടുമുള്ളവർക്ക് ആർക്കും അത് പരിഹരിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയായിരിക്കും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിഷേധാത്മകത ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനത്തില് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ ആഹ്ലാദിക്കുന്ന ഒരു സമൂഹമാണുള്ളത്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കരുത് എന്ന ധാരണയും നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കേരളത്തില് വന്ന് ആർക്കും ഒരു കാര്യവും ചെയ്യാൻ തോന്നാത്തത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മുടെ വീക്ഷണം രൂപപ്പെടുത്തുന്നതിൽ ഇതേപോലെയുള്ള ഇതിഹാസങ്ങളുടെ അനുഭവങ്ങൾ നമുക്ക് താങ്ങും തണലും മാർഗദർശകവും ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം, നമസ്കാരം.